പൊതുതെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതിയിലെ കൂലി കൂട്ടും. ഗ്രാമവികസന മന്ത്രാലയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി. തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട നിയമം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷകൾ സുപ്രീംകോടതി തള്ളി. 2 പുതിയ കമ്മീഷണർമാരുടെ നിയമനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. പശ്ചിമബംഗാളിൽ കൂടുതൽ നടപടിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 4 ജില്ലാ മജിസ്ട്രേറ്റുമാരെ നീക്കി. ഗുജറാത്ത്, പഞ്ചാബ്, ഒഡീഷ എന്നിവിടങ്ങളിലെ 8 ജില്ലാ മജിസ്ട്രേറ്റുമാരെയും SP-മാരെയും മാറ്റി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച അണ്ണാ-DMK. പുതുച്ചേരി ഉൾപ്പെടെ 17 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പ്രഖ്യാപിച്ചത്. SDPIക്കും പുതിയ തമിഴകം പാർട്ടിക്കും മുന്നണിയിൽ ഓരോ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിലേക്കില്ലെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ സദാനന്ദ ഗൌഡ. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും BJPയിൽ തുടരുമെന്നും ഗൌഡ. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഗൌഡയുടെ നിലപാട് വ്യക്തമാക്കിയത്. KK ശൈലജയ്ക്കെതിരായ വ്യക്തിഹത്യക്കെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഒരു സ്ഥാനാർത്ഥിക്കെതിരായും സൈബർ അറ്റാക്ക് നടത്താൻ പാടില്ല. അത് രാഷ്ട്രീയ മര്യാദയല്ല. കോവിഡ് കള്ളി എന്ന പ്രയോഗം തെറ്റാണ്. പക്ഷേ 1300 കോടിയുടെ അഴിമതിക്ക് ഉത്തരം നൽകണമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ.